അതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കുമോ? ഈ ഒരു പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയവർ ഒത്തിരി പേരുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ നമ്മെ പോലെ തന്നെ കിടന്നുറങ്ങി, പക്ഷെ അവർക്ക് എഴുന്നേക്കാൻ സാധിച്ചില്ല. അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ ആയുസ്സോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ഒരു പ്രാവശ്യം കൂടെ ഈ ആലയത്തിനകത്ത് കടന്നു വരുവാനും യേശുവേ എന്നൊന്നും വിളിക്കാനും അവസരം ലഭിച്ച, ഭാഗ്യം ലഭിച്ച ഒരു കൂട്ടത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയേ, ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാൻ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാൻ. നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടങ്ങു പോരുവാൻ. ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടങ്ങു പോരുവാൻ. അവരുകൾ ഒരിക്കൽ ചേർന്ന് പാടും. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. നന്ദിയോടൊന്ന് പറഞ്ഞു. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. ആ ഭാഗ്യം ലഭിച്ചതോർത്ത കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു പകൽ കൂടെ നമ്മുടെ ആയുസിനോട് ചേർത്ത് തന്നെങ്കിൽ അതവന് നമ്മോടുള്ള ദയയാണ്, നമ്മോടുള്ള കരുണയാണ്, നമ്മോടുള്ള വിശ്വസ്തതയാണ്. അതിനേക്കാളെല്ലാം അപ്പുറമായി അവന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി ഇനിയും നിറവേറാനുണ്ട്. അവന് നമ്മെക്കുറിച്ചുള്ള പ്ലാൻ ഇനിയും എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഇന്നും ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ഇരിക്കുന്നതിന്റെ റീസൺ ആ കർത്താവിന് നമ്മോടുള്ള സ്നേഹമാണ്, ശരിയാണ്. പക്ഷെ അതിനേക്കാളെല്ലാം അപ്പുറമായി ആ കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാകുന്നു. കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും മോശമാവത്തില്ല. കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും ഒന്നും വെറുതെ ആയി പോകത്തില്ല. അവൻ നമ്മെ കണ്ടതുകൊണ്ടാണ് ഇന്നും നാം അവന്റെ കൂടെ ആയിരിക്കുന്നത്, ഈ ആലയത്തിൽ ആയിരിക്കുന്നത്. അത് പൂർണ്ണമായും വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. കുറവുകളും കുറ്റങ്ങളും, ഇവിടെ നിൽക്കുന്ന ഞാൻ പോലും, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിലും അതൊന്നും നോക്കാതെ നമ്മെ സ്നേഹിച്ചെങ്കിൽ അവന്റെ സ്നേഹം എത്രയോ വലുതാണ്. അതൊന്നും ഓർക്കാതെ നമ്മെ ഇന്നയോളം എത്തിച്ചെങ്കിൽ ദേവദാസന് ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. നാം ആരും നിന്നതല്ല, അവൻ നമ്മെ കരം പിടിച്ചു നിർത്തിയതാണ്. അവന്റെ കരങ്ങളിൽ നമ്മെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ നാം ഒരിക്കൽ കൂടെ ചേർന്ന് പാടി ഒന്ന് മഹത്വപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ മനസ്സെല്ലാം ഒന്ന് ഏകാഗ്രമാക്കി
മനസ്സുകളെല്ലാം ഒന്ന് ഏകാഗ്രമാക്കി മറ്റുള്ള എല്ലാ ചിന്തകളും മാറി. ആമേൻ. ഇന്നിവിടെ ഇരിക്കുമ്പോഴും ചിരിച്ച മുഖത്തോടു കൂടെയാണ് ഇരിക്കുന്നത്. പക്ഷേ എങ്കിൽ അകത്തുള്ള ഭാരവും അകത്തുള്ള പ്രയാസങ്ങളും മറ്റുള്ളവർ കാണുന്നില്ലെങ്കിലും കർത്താവ് കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ ആ ഉള്ളിൽ ഇറങ്ങി വന്ന ആ ഭാരത്തെയും പ്രയാസത്തെയും തുടച്ചു നീക്കാൻ ഈ ദൈവം മതി എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒന്നും മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആ പരിശുദ്ധനായ പരമോന്നതനായ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ നല്ല കർത്താവിനെ നാം ചേർന്ന് സകല മഹത്വവും അർപ്പിച്ച് നാം ചേർന്നൊന്ന് പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. Praise you, Jesus. പാട്ട് തുടങ്ങാൻ നിൽക്കണ്ട. നിങ്ങളെല്ലാവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ആ ദൈവത്തിനൊന്ന് മഹത്വപ്പെടുത്തി തുടങ്ങിയാട്ടെ. നിങ്ങളെ വായുകളും മധുരങ്ങളും നാവുകളും എല്ലാം ഒന്ന് ചലിപ്പിച്ച് ആ ദൈവത്തിനൊന്ന് തക്ക മഹത്വം കൊടുത്തു തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അപ്പാ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഓർക്കല്ല, ഞങ്ങളുടെ കുറ്റങ്ങൾ ഓർക്കല്ല, ഞങ്ങളുടെ ബലഹീനതകൾ ഓർക്കല്ലേ. അവിടെ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പാ, ഞങ്ങളോട് പൊറുക്കണമേ അപ്പാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനായി. കരങ്ങളെല്ലാം ഉയർത്തി പറഞ്ഞ്, നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. സറാഫുകളും കെരൂബുകളും ചിറകടിച്ച് പറന്നുയർന്ന് ദൈവം പരിശുദ്ധൻ 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 എന്ന് പറന്നുയർന്ന് ആരാധിച്ചതുപോലെ ഇന്ന് പകൽ അവന്റെ ജനം ചേർന്ന് പറയാൻ പോകുന്ന അപ്പാ അങ്ങ് പരിശുദ്ധൻ. അവിടുന്ന് സർവശക്തനായ ദൈവം, അവിടുന്ന് പരമോന്നതനായ ദൈവം, സ്തുതികളിന്മേൽ വസിക്കുന്നു. ആരാധനകൾക്ക് യോഗ്യനായ നല്ല ദൈവത്തെ ഇന്ന് പകൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പകർന്നുകൊണ്ട് ചേർന്നൊന്ന് പാടി ഉയർത്താം. ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനായി. യേശുനാഥായ കർത്തനാം രക്ഷകൻ നീ. ദൂതന്മാർ യാപകൻ വാഴ്ത്തിടുന്നോ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യന. നന്ദിയോടെ ചേർന്ന് പിടിച്ചത് പറഞ്ഞ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും. ശബ്ദമെല്ലാം ഉയർത്തി നീ പരിശുദ്ധൻ.
ഒരിക്കൽ കൂടെ വരികൾ ഉള്ളതുപോൽ ലോകം പറയുന്നത് പോലെയല്ല, എന്നെ ഉള്ളതുപോലെ അറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാമുടയവനെ. ചേർന്ന് ഉയർത്തും അവന്റെ നാമത്തെ. ഓ യേശുവേ, മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ, കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും, മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നാട്. ചേർന്ന് പാടുമോ? കൂട്ടം തെറ്റിപ്പോയി, കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ, കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും, മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ. എല്ലാ കരങ്ങൾ ഉയർത്തുന്നു വിളിച്ച യേശുവേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ഉള്ളതുപോലെ അറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാം ഉടയവനെ. എന്നെ ഉള്ളതുപോലെ, എന്നെ ഉള്ളതുപോലെ അറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാം ഉടയവനെ. യേശുവേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിർ. എല്ലാ ശബ്ദം ഉയർത്തി വിളിച്ച യേശുവേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിർ. സന്തോഷത്തോടെ പകൽ ചേർന്ന് വിളിച്ച യേശുവേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിന്റെ ഉയിരാണേ. ഉള്ളതുപോലെ അറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാം ഉടയവനെ. എന്നെ ഉള്ളതുപോലെ അറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാം ഉടയവനെ. ഈ ലോകം പറയുന്നത് പോലെയല്ല, ഞാൻ എന്താണോ അതുപോലെ എന്നെ മനസ്സിലാക്കിയ ഒരു കർത്താവ്.
ഈ ലോകത്തിന്റെ വാക്കുകളല്ല, മനുഷ്യരുടെ വാക്കുകളല്ല, കൂടെയുള്ളവരുടെ വാക്കുകളല്ല. ദൈവം എന്ത് പറയുന്നു അതാണ് ഞാൻ. ആമേൻ. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് പകൽ ആ ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി, ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ഒന്ന് പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതൊരു പുതിയ അനുഭവത്തിന്റെ ഒരു പകലാണ്. ഇതൊരു മാറ്റത്തിന്റെ പകലാണ്. ഇത് ചില വിടുതലുകൾ സംഭവിക്കുന്ന ഒരു പകലാണ്. ആമേൻ. ഇത് പുതിയ അനുഭവങ്ങളെ ജീവിതത്തിലേക്ക് പകരപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെടുന്ന ഒരു പകലാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ആ പരിശുദ്ധാത്മ സാന്നിധ്യത്തിനു വേണ്ടി ഈ പകൽ കൊതിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്ന് ദൈവജനം പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലൊന്ന് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ആലയം മുഴുവൻ ആ ദൈവ സാന്നിധ്യം, ആ പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടും. ഈ ദൈവ സാന്നിധ്യത്തിന് മാത്രമേ, ഈ പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് മാത്രമേ നമ്മെ നാളുകളിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ഈ ലോകമനുഷ്യർ അവർക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായി ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോഴും, ഒരുപക്ഷെ അവർക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായി വരുമ്പോഴും, ഒരു മുഴം കയറിലൊക്കെ അവരുടെ ജീവിതം ഒടുക്കിക്കളയാൻ ശ്രമിക്കുമ്പോഴും നമുക്കും പ്രതികൂലവും പ്രതിസന്ധിയും ഇല്ലെന്നല്ല, ഉണ്ട്. കർത്താവ് പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കർത്താവ് പോലും പറയുന്നുണ്ട് നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിലും കർത്താവ് പറയുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയാളിയായ ഒരു കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകൽ സന്തോഷമുണ്ടോ ഈ ദൈവത്തെ ആരാധിക്കുന്നതിൽ? വചനം പറയുന്നു ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അങ്ങനെയെങ്കിൽ ഇത് ഒരു സ്വർഗം സന്തോഷിക്കുന്ന ഒരു പകലാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി കർത്താവിനെ ഒന്ന് ആരാധിക്കുമ്പോൾ സ്വർഗവും സന്തോഷിക്കുന്ന ഒരു പകലാണിത്. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ചിരിച്ച മുഖത്തോടെയാണ് ഇരിക്കുന്നതെങ്കിലും ഉള്ളിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മറന്ന് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ചേർന്ന് പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കുമോ? എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടും. ഇന്ന് പകൽ സന്തോഷമുള്ളവർ ചേർന്ന കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് നമ്മൾ ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സകല ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മറന്ന് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ഒരു സമയമാണിത്. നമ്മെ തന്നെ പൂർണ്ണമായി നമ്മുടെ 100% ദൈവത്തിന് വേണ്ടി ഒന്ന് കൊടുത്ത് സകലം പറഞ്ഞ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ.
വെള്ളിയും പൊന്നൊന്നുമല്ല, ക്രിസ്തേശുവിൻ നാമത്തിനാൽ. ഓ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം
അവിടുത്തെ സാന്നിധ്യത്തിന് മാത്രമേ എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയത്തുള്ളൂ. ആ സ്ഥലങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവർ ചേർന്ന് ശബ്ദമുയർത്തി പറ. അവിടുത്തെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകലിന്റെ മേൽ